ഹായ് എവ്രിവൺ. മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയിലെ രാമൻ സ്പെക്ട്രോസ്കോപ്പിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള 20ഓളം PYQ ക്വസ്റ്റ്യൻസ് ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് തിയറി ഒന്നും ഞാൻ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. വളരെ ക്രിസ്പായിട്ട് ചോദ്യങ്ങൾക്ക് എങ്ങനെ ആൻസർ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ സ്കാറ്ററിംഗ്. ഈ സ്കാറ്ററിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത്? രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒക്കേഴ്സ് ഡ്യൂ ടു ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അത് നമുക്ക് ഫില്ല് ചെയ്യണം. അബ്സോർപ്ഷൻ ആണോ, റിലീസ് ആണോ, എക്സ്ചേഞ്ച് ആണോ? എക്സ്ചേഞ്ച് ഓഫ് എനർജി ബിറ്റ്വീൻ ഇൻസിഡന്റ് ഫോട്ടോൺ ആൻഡ് സ്കാറ്ററിംഗ് മോളിക്യൂൾ. ഇതിന്റെ ആൻസർ വരുന്നത് എക്സ്ചേഞ്ച് ആണ്. എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ, നമുക്കൊരു ഫോട്ടോൺ ഉണ്ട്. ഓക്കെ, ഇതിനൊരു ഫ്രീക്വൻസി ന്യൂ നമ്മൾ വിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മോളിക്യൂൾ, ഈ മോളിക്യൂളിൽ പോയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ മോളിക്യൂള് ഈ ഇൻസിഡന്റ് ഫോട്ടോണിന്റെ ഫ്രീക്വൻസിയെ ഐദർ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. നമുക്കറിയാം ഇ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോട്ട്? ന്യൂ. ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? എനർജി ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? എനർജി ഡിക്രീസ് ചെയ്യുന്നു. സോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു ഫോട്ടോൺ ഉണ്ടായിരുന്നു, ഇതിന്റെ എനർജി ഇ ആണെന്ന് വിചാരിക്കുക. സ്കാറ്റർ ചെയ്തപ്പോൾ എന്ത് ചെയ്യപ്പെടുന്നു? ഒന്നുകിൽ ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യപ്പെടുന്നു. നോക്കൂ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എനർജി, ഈ ഫോട്ടോണിന്റെ എനർജി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മോളിക്യൂൾ എന്ത് ചെയ്യുന്നു? എനർജി ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നു അല്ലേ. എനർജി ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഫോട്ടോണിന്റെ എനർജി ആർക്ക് കൊടുക്കുന്നു? മോളിക്യൂളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? യെസ്, ഇവിടെ നടക്കുന്നത് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആണ്. ഓൾറൈറ്റ്, അപ്പോൾ നോക്കിക്കോളെ, ഞാൻ ഇവിടെ ഈ ഒരു ഡാഷ് ഞാൻ ഫില്ല് ചെയ്യാണ്. അപ്പോൾ എന്താണ്? ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ബൈ സ്കാറ്ററിംഗ് ഒക്കേഴ്സ് ഡ്യൂ ടു എക്സ്ചേഞ്ച് ഓഫ് എനർജി. നോക്കിക്കോളെ, എക്സ്ചേഞ്ച് ഓഫ് എനർജി ബിറ്റ്വീൻ ആരാണ്? ഇൻസിഡന്റ് ഫോട്ടോൺ ആൻഡ് സ്കാറ്ററിംഗ് മോളിക്യൂൾ. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്തത്, ഇൻ രാമൻ എഫക്റ്റ് വി സ്റ്റഡി ദ സ്കാറ്ററിംഗ് ഓഫ്. സ്കാറ്ററിംഗ് ആർക്കാണ് നടക്കുന്നത്? മോളിക്യൂളിനാണോ? അല്ല. ഇലക്ട്രോണിനാണോ? അല്ല. ആറ്റംത്തിനാണോ? അല്ല. ആർക്കാണ്? യെസ്, ഫോട്ടോണിനാണ് ആക്ച്വലി എന്ത് നടക്കുന്നത്? യെസ്, സ്കാറ്ററിംഗ് നടക്കുന്നത്. ഫോട്ടോണിന്റെ എനർജി എന്ത് ചെയ്യാണ്? ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജി ഇൻക്രീസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദി സ്കാറ്ററിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ സബ്സ്റ്റൻസ് ഇസ് ഇറാഡിയേറ്റഡ് വിത്ത് എ മോണോക്രോമാറ്റിക് ലൈറ്റ്. നോക്കണേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഉണ്ട്. ലെറ്റ്സ് സേ ഇതിന്റെ ഫ്രീക്വൻസി എന്താണെന്ന്? ന്യൂ ആണെന്ന് വിചാരിക്കുക. ദ സ്കാറ്റേർഡ് ലൈറ്റ്, ഇവിടെ ഓഫ് കോഴ്സ് കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്കാറ്റേർഡ് ലൈറ്റ് ഉണ്ടാവും. അതിന്റെ ഫ്രീക്വൻസി ഞാൻ എന്ത് വിളിക്കുകയാണ്? ന്യൂ ബാർ എന്ന് വിളിക്കുകയാണ്. ദ സ്കാറ്റേർഡ് ലൈറ്റ് മേ കണ്ടെയ്ൻ ലൈൻസ് ഓഫ്. ഇൻസിഡന്റ് ഫ്രീക്വൻസി ആണോ, ലോവർ ഫ്രീക്വൻസി ആണോ, ഹയർ ഫ്രീക്വൻസി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ന്യൂ ബാർ ന്യൂവിന് ഈക്വൽ ആണോ, അല്ലെങ്കിൽ ന്യൂ ബാർ ഈ സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസിയാണ് ന്യൂ ബാർ, ഇത് ഗ്രേറ്റർ ദാൻ ഇൻസിഡന്റ് ഫ്രീക്വൻസി ആണോ അല്ലെങ്കിൽ കുറവാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഞാൻ പറഞ്ഞായിരുന്നു ഈ ഫോട്ടോണ് വന്നിട്ട് നമ്മുടെ മോളിക്യൂളിൽ എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. അങ്ങനെ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ രണ്ട് രീതിയിലുള്ള കൊളീഷൻ ഉണ്ടാകും. വൺ ഇസ് ഇലാസ്റ്റിക് കൊളീഷൻ, അനദർ ഇസ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ അല്ലേ. രണ്ട് പോസിബിലിറ്റി അല്ലേ, ഇലാസ്റ്റിക് കൊളീഷനും ഇൻഇലാസ്റ്റിക് കൊളീഷനും. ഇതാ ഇവിടെ ഇത്രയും പറഞ്ഞതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻസിഡന്റ് ലേസർ ഒരു ഫോട്ടോൺ ആണ്, ഇവിടെ വന്നിട്ട് സാമ്പിൾ മോളിക്യൂളിൽ ഇറാഡിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ സ്കാറ്റർ ചെയ്തിട്ട് ഒരു ഫ്രീക്വൻസി ഉണ്ടാകുന്നു വിച്ച് ഇസ് ന്യൂ ബാർ. ഓക്കെ, അപ്പോൾ നോക്കണേ, ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ നമ്മൾ വിളിക്കും റെയ്ലേ സ്കാറ്ററിംഗ്. റെയ്ലേ സ്കാറ്ററിംഗിന് നമ്മൾ എന്ത് വിളിക്കും? ഇലാസ്റ്റിക് കൊളീഷൻ. അതായത് നോക്കിക്കോളെ, ഇവിടെ എന്തായിരിക്കും? എക്സ്ചേഞ്ച് ഓഫ് എനർജി ഉണ്ടാവുമോ? ഇല്ല. എക്സ്ചേഞ്ച് ഓഫ് എനർജി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ എക്സ്ചേഞ്ച് നടക്കത്തില്ല, ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അതായത് ഇവിടെ വരുന്ന ഫ്രീക്വൻസി ന്യൂ ആണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസിയും എന്തായിരിക്കും? യെസ്, ന്യൂ തന്നെയായിരിക്കും. റെയ്ലേ സ്കാറ്ററിംഗിൽ ഇൻസിഡന്റ് ഫ്രീക്വൻസിയും സ്കാറ്റേർഡ് ഫ്രീക്വൻസിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും, വിച്ച് ഇസ് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ന്യൂ. അതേസമയം ഇൻഇലാസ്റ്റിക് കൊളീഷനെയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, രാമൻ സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുക? രാമൻ സ്കാറ്ററിംഗ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ഇവിടെ പറയുകയാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് വോട്ട്? റെയ്ലേ സ്കാറ്ററിംഗ്. ആൻഡ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ ദാറ്റ് വിൽ ബി രാമൻ സ്കാറ്ററിംഗ്. അങ്ങനെയാണെങ്കിൽ രാമൻ സ്കാറ്ററിംഗിൽ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ന്യൂ ബാർ എന്താകാം? ഒന്നുകിൽ ഫ്രീക്വൻസിയേക്കാൾ കൂടാം, അല്ലെങ്കിൽ എന്തായിരിക്കും? യെസ്, നമ്മുടെ ന്യൂ ബാർ വിൽ ബി ലെസ് ദാൻ വോട്ട്? ന്യൂ. എനർജി എക്സ്ചേഞ്ച് ചെയ്യുകയെന്ന് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. ഇതിൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം.
ആൻഡ് വി ഹാവ് വോട്ട് റെയിലേ സ്കാറ്ററിംഗ് ആസ് വെൽ. അപ്പോൾ എന്തായിരിക്കും, ദ സ്കാറ്ററിംഗ് ലൈറ്റ് മേ കണ്ടെയ്ൻസ് ലൈൻസ് ഓഫ് ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി ഉണ്ടാകും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെയിലേ സ്കാറ്ററിംഗ്. ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, രാമൻ സ്കാറ്ററിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും ഇവിടെ, എനി ഓഫ് ദി എബവ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ദ ഫോളോയിങ് ലൈൻസ് ആർ മോസ്റ്റ് ഇൻറ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പിക്ചർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക മക്കളെ. ഇങ്ങനെ നോക്കിക്കോളെ, ഇങ്ങനെ എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഇതെന്താണ്, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഈ പീക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റിയാണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് റെയിലേ സ്കാറ്ററിംഗ്, ദിസ് ഇസ് ആൻറ്റി സ്റ്റോക്സ് ആൻഡ് ദിസ് ഇസ് വോട്ട് സ്റ്റോക്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി ആർക്കാണ്, യെസ് റെയിലേ ആണ്. റെയിലേ സ്കാറ്ററിംഗ്, പിന്നെ ആരാണ്, സ്റ്റോക്സ്, ദെൻ കംസ് വോട്ട് ആൻറ്റി സ്റ്റോക്സ്. അപ്പോൾ മോസ്റ്റ് ഇൻറ്റൻസ് ആരായിരിക്കും, യെസ് റെയിലേ ലൈൻ ആയിരിക്കും, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ, ദ രാമൻ ലൈൻസ് ഓഫ് ഹയർ ഫ്രീക്വൻസി ആർ കോൾഡ്. നോക്കണേ, ഇവിടെ ഇതേപോലെ നിങ്ങൾ ആലോചിക്കുക, ഇതാണ് നമ്മുടെ ഇത് റെയിലേ, ഇത് നോക്കണ്ട. ഇവിടെ ആരായിരിക്കും, ഇവിടെ ആൻറ്റി സ്റ്റോക്സ് ആയിരിക്കും, ഇതേപോലെ ഇവിടെ ആരായിരിക്കും, സ്റ്റോക്സ് ആയിരിക്കും. ഓക്കെ, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂ ബാർ ആണ്, സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്രീക്വൻസിയുടെ ടേംസിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ, റൈറ്റിലോട്ട് പോകുമ്പോൾ എന്തായിരുന്നു, ഫ്രീക്വൻസി എന്ത് ചെയ്യപ്പെടുന്നു, ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതായത് ആൻറ്റി സ്റ്റോക്സ് ലൈൻസിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും ഇവിടെ, കൂടുതലായിരിക്കും. ഓക്കെ, ഹയർ ആയിരിക്കും. കൂടുതലല്ലെങ്കിൽ എന്താ എഴുതാം നമുക്ക്, ഹയർ ആയിരിക്കും. ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ നമുക്ക് പറയാം എന്തായിരിക്കും, എനർജിയും എന്തായിരിക്കും, ഹയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്, ദ രാമൻ ലൈൻസ് ഓഫ് ഹയർ ഫ്രീക്വൻസി ആർ കോൾഡ് വോട്ട്, ആൻറ്റി സ്റ്റോക്ക് ലൈൻ. ലോവർ ഫ്രീക്വൻസി ഏതാണ്, സ്റ്റോക്സ് ആയിരിക്കും. ലോവർ ഫ്രീക്വൻസി ആരാണ്, യെസ് സ്റ്റോക്സ് ആണ്. ഓക്കെ, ഇനി ദ രാമൻ ലൈൻസ് ഓൺ ദ ലോവർ ഫ്രീക്വൻസി സൈഡ്, അഗെയിൻ സെയിം ആണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. റെയിലേ ആൻറ്റി സ്റ്റോക്സ്, ഇത് എന്താണ്, സ്റ്റോക്സ്. എന്താണ്, ഫ്രീക്വൻസിയുടെ ടേംസിലാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ ഫ്രീക്വൻസി ആണെങ്കിൽ ആൻറ്റി സ്റ്റോക്സ്, ലോവർ ഫ്രീക്വൻസി ആണെങ്കിൽ എന്തായിരിക്കും, യെസ് സ്റ്റോക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ എക്സിബിറ്റ് രാമൻ സ്പെക്ട്രം. ഒരു മോളിക്യൂള്, ശ്രദ്ധിക്കണേ, ഒരു മോളിക്യൂള് രാമൻ ആക്റ്റീവ് ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളതാണ് ചോദ്യം. നോക്കിക്കോളൂ, ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, H2N2O2. ഇവരൊക്കെ എന്താണ്, ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ് ആണ് അല്ലേ, ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾസ്. നിങ്ങൾ പറയും ഇവരുടെ ഡൈപോൾ മൊമെൻ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഡൈപോൾ മൊമെൻ്റ് 0 ആണെങ്കിൽ ഇവരെന്തായിരിക്കും ഇവിടെ, IR ഇനാക്റ്റീവ് ആയിരിക്കും. ദേ ആർ IR ഇനാക്റ്റീവ്. പക്ഷേ ഇവരെന്താണ്, ദേ ആർ ആക്ച്വലി രാമൻ ആക്റ്റീവ് ആണ്. രാമൻ ആക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണെന്നല്ലേ, അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ്, ഇൻ ഓർഡർ ടു ബി എ രാമൻ ആക്റ്റീവ് എ മോളിക്യൂൾ മസ്റ്റ് ഹാവ് എ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി. യെസ്, ഇതാണ് കണ്ടീഷൻ. ഒരു മോളിക്യൂൾ രാമൻ ആക്റ്റീവ് ആണെങ്കിൽ ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ വാട്ട്, യെസ് പോളറൈസബിലിറ്റി. ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി. നോക്കൂ, ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ഇവിടെ എന്താണ്, ഡൈപോൾ മൊമെൻ്റ് എന്താണ്, 0 ആണ്. H2O2, N2, ഇവരൊക്കെ എന്താണ്, ഹോമോ ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. ഇവരുടെയൊക്കെ ഡൈപോൾ മൊമെൻ്റ് 0 ആണ്. പക്ഷേ ബിക്കോസ് ഓഫ് വൈബ്രേഷൻ കൊണ്ട് ഇവിടെ എന്തുണ്ടാവുക, ഒരു ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി ഉണ്ടാകും. അങ്ങനെ പോളറൈസബിലിറ്റിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ ഇവരെന്തായിരിക്കും, യെസ് ദേ ആർ രാമൻ ആക്റ്റീവ്. അപ്പോൾ ഇവിടെ എന്താണ്, ഓൾ ഓഫ് ദി എബവ് വരും. യെസ്, ഇവിടെ ഓപ്ഷൻ എന്ത് വരും, യെസ് ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡൈപോൾ മൊമെന്റ് 0 ആണെങ്കിൽ ഇവരെന്തായിരിക്കും, IR ഇനാക്റ്റീവ് ആയിരിക്കും. ദേ ആർ IR ഇനാക്റ്റീവ് ബട്ട് വോട്ട്, രാമൻ ആക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളെ, രാമൻ സ്പെക്ട്രോസ്കോപ്പി ഇൻവോൾവ്സ് എ സ്റ്റഡി ഓഫ്. ശ്രദ്ധിക്കണേ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു these molecules are Raman active because of there is a change in polarizability. എങ്ങനെയാണ് പോളറൈസബിലിറ്റിയിൽ ചേഞ്ച് വന്നത്, ബിക്കോസ് ഓഫ് വൈബ്രേഷൻ. അങ്ങനെ പോളറൈസബിലിറ്റിയിൽ ചേഞ്ച് വരുത്തുന്നത് ആരൊക്കെയാണ് മക്കളെ, വൈബ്രേഷണൽ എനർജി ചേഞ്ചസും അതേപോലെ റൊട്ടേഷണൽ എനർജി ചേഞ്ചസും. അപ്പോൾ നമുക്ക് പറയാം രാമൻ സ്പെക്ട്രോസ്കോപ്പി ഇൻവോൾവ്സ് എ സ്റ്റഡി ഓഫ് വോട്ട്, വൈബ്രേഷണൽ എനർജി ചേഞ്ചസ് ആൻഡ് വോട്ട്, റൊട്ടേഷണൽ എനർജി ചേഞ്ചസ്. ഇവരുടെ സെലക്ഷൻ റൂൾസും നമുക്ക് അറിഞ്ഞിരിക്കണം. സെലക്ഷൻ റൂൾസ് അപ്പോൾ എന്തായിരിക്കും, ബോത്ത് ഓഫ് ദി എബോവ്. ഇവരുടെ സെലക്ഷൻ റൂൾസ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ദി സെലക്ഷൻ റൂൾ ഫോർ പ്യുവർ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്ര. നോക്കണേ, പ്യുവർ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ, പ്യുവർ വൈബ്രേഷണൽ രാമൻ സ്പെക്ട്ര. ശ്രദ്ധിക്കണം, ഇതൊക്കെ കണക്റ്റഡ് ആണ് കേട്ടോ. എന്താണ്,
യെസ്, ഇറ്റ് ഇൻവോൾവ്സ് എ സ്റ്റഡി ഓഫ് വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ എനർജി ചേഞ്ചസ് ആൻഡ് ഇവരുടെ സെലക്ഷൻ റൂൾസ്. റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രയാണെങ്കിൽ ഇവരുടെ സെലക്ഷൻ റൂൾ വരിക ഡെൽറ്റ ജെ ഇസ് ഈക്വൽ ടു 0 ± 2. ഓക്കെ, ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതിയടാ. ഇനി വൈബ്രേഷണൽ രാമൻ സ്പെക്ട്രം ആണെങ്കിൽ ഡെൽറ്റ ന്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും? യെസ്, ±1 വരുമെന്നും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്തത്, ആൻറ്റി സ്റ്റോക്സ് ലൈൻസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ. ഇതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് അല്ലേ. ഇതാ ആൻറ്റി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീക്വൻസി എന്താണ്? കൂടുതലാണ്. ഫ്രീക്വൻസി കൂടുതൽ എന്ന് പറഞ്ഞാൽ എനർജി എന്താണ്? കൂടുതലാണ്. എനർജി എങ്ങനെയാണ് കൂടുതൽ വരിക? ഒരു ഫോട്ടോൺ വരുന്നു അല്ലേ, ഒരു മോളിക്യൂളിൽ വന്ന് സ്കാറ്റർ ചെയ്യപ്പെടുന്നു, എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? യെസ്, ന്യൂ ബാർ ആകുന്നു. ആൻഡ് ഫ്രീക്വൻസി ഈസ് ഗ്രേറ്റർ ദാൻ വോട്ട്? യെസ്, ഇൻസിഡൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ എങ്ങനെയാണ് എനർജി ഇവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടാകുക? യെസ്, ഈ മോളിക്യൂൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഫോട്ടോൺസിന് എനർജി എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായിരിക്കും? യെസ്, മോളിക്യൂൾ ഗിവ്സ് എനർജി ടു ഫോട്ടോൺ. ഓപ്ഷൻ എ. അടുത്തത്, ദ ഇൻറ്റൻസിറ്റി ഓഫ് സ്റ്റോക്സ് ലൈൻ ഈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ, ഈസ് ലെസ് ദാൻ വോട്ട്? ആൻറ്റി സ്റ്റോക്സ്. യെസ്, ഇങ്ങനെ ആലോചിക്കുക, ഇതാണ് റെയിലേ, ഇതെന്താണ്? സ്റ്റോക്സ്, ആൻഡ് ദിസ് ഇസ് വോട്ട്? ആൻറ്റി സ്റ്റോക്സ് ഇസ് ലെസ്സർ. ഓക്കെ. അടുത്തത്, ഇൻ രാമൻ സ്പെക്ട്രോസ്കോപ്പി ഇൻറ്റൻസിറ്റി ഓഫ് ദ സ്കാറ്റേർഡ് ലൈറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു. യെസ്, ഇതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു. എങ്ങനെയാണ് ഇൻറ്റൻസിറ്റി വരുന്നുണ്ടാകുക? യെസ്, പോളറൈസബിലിറ്റി ആണല്ലേ. പോളറൈസബിലിറ്റി is proportional to square of polarizability change. ആലോചിച്ച് വെക്കുക. അപ്പോൾ നോക്കിക്കോളെ, ഫസ്റ്റ് ഓപ്ഷൻ ദ സ്ക്വയർ ഓഫ് ദ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ആണോ? അല്ല. എന്താണ്? ദ സ്ക്വയർ ഓഫ് ദി ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, 16th ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് സ്റ്റോക്സ് ആൻഡ് ആൻറ്റി സ്റ്റോക്സ് ലൈൻ വിൽ ബി അറ്റ് എ സെപ്പറേഷൻ ഓഫ് സംതിങ് ഫ്രം വോട്ട്? റെയിലേ ലൈൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് അല്ലേ. യെസ്, ദിസ് ഈസ് അവർ റെയിലേ ലൈൻ ആൻഡ് വി ഹാവ് വോട്ട്? സ്റ്റോക്സ് ലൈൻ, ആൻറ്റി സ്റ്റോക്സ് ലൈൻ. അപ്പോൾ ചോദിക്കുന്ന ഇത്രയാണ്, ഫസ്റ്റ് സ്റ്റോക്ക് ലൈനും ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ലൈന്, ഇതാണ് നമ്മുടെ ആൻറ്റി സ്റ്റോക്സ് ലൈനും. ഓക്കെ, ഇത് നമ്മുടെ റെയിലേ ലൈൻ. ഓക്കെ, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക, ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ 6b ആയിരിക്കും. വാട്ട് ഇസ് ഇറ്റ്? 6b. ഓക്കെ, ഓപ്ഷൻ സി വരും. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് അറിയോ? ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ഈച്ച് റൊട്ടേഷണൽ ലൈൻ ഇൻ കേസ് ഓഫ് റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രം. ഇവിടെ ഇപ്പം എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻ്റ് ആണ് മക്കളെ. നോക്കിക്കോളെ, ഇതാണ് നമ്മുടെ ആൻറ്റി സ്റ്റോക്സ് ലൈൻ എന്ന് വിചാരിക്കുക. ഇതെന്താണ്? ഇത് നമ്മുടെ സ്റ്റോക്സ് ലൈൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു റെയിലേ ലൈനും ഇതും തമ്മിലുള്ള ഡിഫറൻസ്, ഫസ്റ്റ് സ്റ്റോക്സോ ആൻറ്റി സ്റ്റോക്സോ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 6b ആണ്. അതേസമയം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആൻറ്റി സ്റ്റോക്സ് ലൈനോ അല്ലെങ്കിൽ സ്റ്റോക്സ് ലൈനോ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നറിയോ? ദാറ്റ് വിൽ ബി 4b. ശ്രദ്ധിക്കണേ, ഇത് എത്രയായിരിക്കും? 4b. ഫസ്റ്റ് ലൈന് തമ്മിലുള്ള റെയിലേയിൽ നിന്ന് ഫസ്റ്റ് ലൈനിലേക്കുള്ള ഡിഫറൻസ് എത്രയാണ്? യെസ്, 6b ആണ്. എനി കോൺസിക്യൂട്ടീവ് ലൈൻ ബിറ്റ്വീൻ ആൻറ്റി സ്റ്റോക്സോ അല്ലെങ്കിൽ സ്റ്റോക്സോ, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 4b ആയിരിക്കും. ഓപ്ഷൻ ഡി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രാമൻ സ്കാറ്ററിംഗ് കൺസിസ്റ്റ് ഓഫ് എന്തായിരിക്കും? ആൻറ്റി സ്റ്റോക്സ് ലൈനും അതേപോലെ തന്നെ ഏതൊക്കെയായിരിക്കും? ആൻറ്റി സ്റ്റോക്സും ഉണ്ടാകും, അതേപോലെ സ്റ്റോക്സും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതേതാണ്? ഈ സ്റ്റോക്സ് ആൻഡ് ആൻറ്റി സ്റ്റോക്സ് ലൈൻ. നോക്കൂ, റെയിലേ അല്ല കേട്ടോ. റെയിലേ എന്താണ്? ഇനിലാസ്റ്റിക് കൊളീഷനാണ്, സോറി ഇലാസ്റ്റിക് കൊളീഷനാണ്, ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ് അല്ലേ. രാമൻ എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ് ആയിരിക്കും. ഇനിലാസ്റ്റിക് സ്കാറ്ററിംഗ്. അപ്പോൾ രാമൻ സ്കാറ്ററിംഗിൽ ആരൊക്കെയാണ് ഉണ്ടാകുക? സ്റ്റോക്സും ആൻറ്റി സ്റ്റോക്സും ഉണ്ടാകുക. പക്ഷേ റെയിലേ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് ആണ്, അത് വേറെയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈബ്രേഷണൽ മോഡ് ഓഫ് CO2 മോളിക്യൂൾ ഈസ് രാമൻ ആക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആലോചിച്ച് വെക്കുക, വിച്ച് ഇസ് സിമ്മട്രിക് സ്ട്രെച്ചിങ്. ഇതെന്തായിരിക്കും? രാമൻ ആക്റ്റീവ് ആയിരിക്കും. രാമൻ ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ ജസ്റ്റ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.